നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി ആദ്യം നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന തള്ളി AICC. മണിശങ്കർ അയ്യർക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ UDF-നെ അധികാരത്തിലെത്തിക്കുമെന്ന് ജയറാം രമേശ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരും എന്നായിരുന്നു മണിശങ്കർ അയ്യരുടെ പരാമർശം. Ironical that the only state of India in which progress has been made in the Gandhiji's direction is the Marxist-Leninist Party of India. I don't know whether this is a compliment or an insult. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister, so therefore I have to fall at your feet, Chief Minister Pinarayi Vijayan, and say, please, sir, pick up the baton that the Congress has dropped. വിവരങ്ങളുമായി ഇപ്പോൾ അരവിന്ദ് PR ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഒരു കാലത്ത് കോൺഗ്രസിന്റെ മുഖങ്ങളിലൊന്നായിരുന്ന നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. AICC അദ്ദേഹത്തെ തള്ളുകയാണോ? ഉന്മേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച മുൻ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യരുടെ നിലപാട് അത് കോൺഗ്രസിനെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ തന്നെയാണ് ഇതിൽ വിഷയത്തിൽ പ്രതികരണവുമായി ദേശീയ നേതാക്കൾ രംഗത്ത് വന്നത്. പൂർണ്ണമായും മണിശങ്കർ അയ്യരെ തള്ളുന്ന നിലപാടാണ് ഇപ്പോൾ AICC സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വക്താവായ പവൻ ഖേര തന്നെ ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. മണിശങ്കർ അയ്യർക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസുമായി യാതൊരുവിധ ബന്ധവുമില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമെന്നതാണ് പവൻ ഖേര ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ മണിശങ്കർ അയ്യർ നടത്തിയ പല പരാമർശങ്ങളും, പഹൽഗാം ഭീകരാക്രമണവും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങളും അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ദേശീയ നേതൃത്വവുമായി വലിയ രീതിയിൽ അകൽച്ചയിലാണ് നിലവിൽ മണിശങ്കർ അയ്യർ തുടരുന്നത്. പക്ഷേ ഈ കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ മണിശങ്കർ അയ്യരുടെ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരുമെന്ന പ്രസ്താവന അത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ രീതിയിൽ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പരസ്യമായി മണിശങ്കർ അയ്യരെ ഇപ്പോൾ കോൺഗ്രസ് AICC നേതൃത്വം തള്ളിയിരിക്കുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ UDF-നെ ജനങ്ങൾ അധികാരത്തിലെത്തിക്കും, LDF-ഉം BJP-യും രഹസ്യ പങ്കാളികളാണെന്ന് ജനങ്ങൾക്കറിയാമെന്നാണ് ഇപ്പോൾ ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും മണിശങ്കർ അയ്യരെ പൂർണ്ണമായും AICC നേതൃത്വം തള്ളുകയാണ്. അദ്ദേഹത്തിന് വർഷങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി ഇപ്പോൾ യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് AICC ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അരവിന്ദ് PR ഡൽഹിയിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കോൺഗ്രസ്. നാളെ KPCC നേതൃയോഗം നടക്കാനിരിക്കെ എറണാകുളത്ത് മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമാണ് പരിഗണിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര അവസാനിക്കുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, ദീപാദാസ് മുൻഷി എന്നിവരാണ് ഇന്ന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. സീറ്റ് വിഭജനം, KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല എന്നിവയായിരുന്നു പ്രധാന ചർച്ച. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമാണ് പരിഗണന എന്ന് KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ചേ പോവുള്ളൂ. സ്ക്രീനിംഗ് കമ്മിറ്റികൾ വന്നിട്ട് അവരെല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീറ്റിലും സ്ഥാനാർത്ഥികൾ ആരാവണമെന്നതിനെ കുറിച്ചിട്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ KPCC അധ്യക്ഷൻ മത്സരിക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചു. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്, നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരം വേണ്ടതായിട്ടുണ്ട്. പ്രാഥമിക ചർച്ചകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ എന്നോട് പറയുന്നുണ്ട് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി പറയുന്നത് അംഗീകരിക്കും. അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. K. മുരളീധരൻ മത്സരിക്കുമെന്ന് സൂചന നൽകിയ സണ്ണി ജോസഫ് തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരിക്കില്ല എന്നറിയിച്ചെന്നും പ്രതികരിച്ചു. എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുമെന്ന് അടൂർ പ്രകാശും പറഞ്ഞു. അതേസമയം 2 സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CMP. തിരുവനന്തപുരം, കുന്നമംഗലം സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 24 കൊച്ചി. പാർട്ടി വിടുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ LDF-ന്റെ വികസന മുന്നേറ്റ ജാഥയിൽ പങ്കെടുക്കാതെ പാലക്കാട്ടെ വിമത നേതാവ് PK ശശി. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് PK ശശിയുടെ പ്രതികരണം. PK ശശി CPIM വിട്ട് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു.
ഇതിനിടെയാണ് LDF ജാഥയിൽ നിന്നും വിട്ടുനിന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് പങ്കെടുക്കാത്തതെന്നാണ് PK ശശിയുടെ പ്രതികരണം. താൻ ഇപ്പോഴും CPIM അംഗമാണെന്നും പാർട്ടി അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും PK ശശി പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെയാണ് മണ്ണാർക്കാട് ടൗണിൽ MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ സ്വീകരണ പൊതുയോഗം നടന്നത്. ചിലർ തെറ്റു ചെയ്യുന്നതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടേക്കാമെന്നും അതുകൊണ്ടാണ് ബ്രാഞ്ചിലിരിക്കുന്നതെന്നും MV ഗോവിന്ദൻ. പാർട്ടിക്കകത്ത് നടപടിയും സംഘടനാപരമായ സമീപനം അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചില ആളുകളൊക്കെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ചില സഖാക്കൾ ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്ത കാര്യങ്ങളെല്ലാം പാർട്ടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. PK ശശി KTDC ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് പുതിയ സംഘടനയുടെ ഭാഗമാകുമെന്നാണ് സൂചന. 24 പാലക്കാട്. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ മൗനം വെടിഞ്ഞ പയ്യന്നൂർ MLA TI മധുസൂദനൻ. രക്തസാക്ഷികളുടെ പണത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും കമ്മ്യൂണിസ്റ്റുകാർ എടുക്കില്ലെന്ന് പറഞ്ഞ MLA V കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളി. സെമന്തകമണി ശ്രീകൃഷ്ണൻ കക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷിയുടെ ഫണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ? തൊടാൻ തോന്നുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ എന്തും പറയാം. അപ്പൊ ആർക്ക് ഈ ഈ ഈ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഉയർന്നു വരുന്നത്? ആരെ സഹായിക്കാനാണ്? രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് നടന്നില്ലെന്ന് സമർത്ഥിക്കാൻ പുരാണത്തിലെ സെമന്തകമണിയെയും ശ്രീകൃഷ്ണനെയുമാണ് MLA കൂട്ടുപിടിക്കുന്നത്. രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കാൻ കണക്കുകൾ പുറത്തുവിടാനാകുമോ എന്ന വിചിത്രമായ ചോദ്യവും മധുസൂദനൻ ഉന്നയിക്കുന്നു. TI മധുസൂദനൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ V കുഞ്ഞികൃഷ്ണന്റെ നാടായ വെള്ളൂരിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. നേരത്തെ പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു MLA. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് TI മധുസൂദനനും മുൻ ഏരിയ സെക്രട്ടറി KP മധുവും പണം അപഹരിച്ചെന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ പ്രധാന ആരോപണം. അതേസമയം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനത്തിൽ പങ്കെടുത്തയാളുടെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പുതിയ ബൈക്ക് വാങ്ങി നൽകാനായി 10 രൂപ ചലഞ്ചുമായി സ്വതന്ത്ര കൂട്ടായ്മയായ ജാഗ്രത പയ്യന്നൂർ രംഗത്തെത്തി. ആൾക്കൂട്ട ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. 10 രൂപ ചലഞ്ച് നാളെ ആരംഭിക്കുമെന്നും പയ്യന്നൂരിലെ പൊതുവേദിയിൽ വെച്ച് ബൈക്ക് കൈമാറുമെന്നും സംഘാടകർ അറിയിച്ചു. V കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന കൂട്ടായ്മയാണ് ജാഗ്രത പയ്യന്നൂർ. 24 കണ്ണൂർ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രധാന നിർദ്ദേശം പുറപ്പെടുവിച്ചേക്കും. 9 അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സുപ്രീം കോടതിയിലെത്തുന്നത്. 2018 സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. കേസ് 9 അംഗ വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ നാളെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ടാകും. നേരത്തെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ വിശാല ബെഞ്ച് രൂപീകരിച്ചെങ്കിലും പല കാരണങ്ങളാൽ വാദം കേൾക്കൽ മുടങ്ങിയിരുന്നു. ആ ബെഞ്ചിലെ അംഗങ്ങളിൽ സർവീസിൽ അവശേഷിക്കുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. വിശാല ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചാൽ മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും പരിഗണിക്കുക. മത ആചാരങ്ങളിൽ കോടതി ഇടപെട്ട ലിംഗസമത്വം ഉറപ്പാക്കണമോ എന്ന കാര്യത്തിലായിരിക്കും ബെഞ്ച് തീരുമാനമെടുക്കുക. നാളെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ 44ാമത്തെ ഇനമായാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കെ ശബരിമല യുവതി പ്രവേശനം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാൻ ഒരുങ്ങുന്നത് LDF സർക്കാരിനെ സംബന്ധിച്ച ഏറെ നിർണായകം. ശബരിമലയിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ നിലപാട് തിരുത്തുമോ എന്നാണ് കാണേണ്ടത്. 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. മുൻ നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന് VD സതീശന്റെ ചോദ്യം. സർക്കാർ പറയുമെന്ന അവ്യക്തമായ മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയത്. കേന്ദ്രത്തെ വിമർശിച്ച NSSന് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിനിൽക്കെ യുവതീ പ്രവേശത്തിലെ പുനഃപരിശോധനാ ഹർജികൾ കൂടി സുപ്രീം കോടതി പരിഗണിക്കുന്നത് വജ്രായുധമാക്കുകയാണ് പ്രതിപക്ഷം. CPIMനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് UDF. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തത്. അവരിപ്പോഴും അത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിക്ക് ശബരിമല പ്രതിഷേധങ്ങൾ കാരണമായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്.
പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമായ നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറി. കോടതി പറഞ്ഞ നിലപാടാണെന്ന് കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കോടതി നിലപാട് കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ നിയമമന്ത്രി പി രാജീവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് അസാധാരണ തിടുക്കമെന്നും കുറ്റപ്പെടുത്തി. യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. നിലവിലെ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ ഇതിനെതിരായിട്ട്. NSS ആരോപണത്തിനുള്ള മറുപടിയായി എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു. ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാ സംസ്ഥാന സർക്കാർ? യുവതീ പ്രവേശത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാരും CPIM-ഉം നിലപാട് തിരുത്തുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ വൈറ്റ് കോളർ ഭീകരതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിൽ അറസ്റ്റിലായ ഡോക്ടേഴ്സ് ഭീകരപ്രവർത്തനങ്ങൾക്ക് അൻസാർ ഇന്ററിം ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. 2022 ഏപ്രിലിൽ ചേർന്ന രഹസ്യയോഗത്തിലാണ് ഭീകര ഗ്രൂപ്പ് രൂപീകരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ചെങ്കോട്ട ഭീകരാക്രമണത്തിലെ NIA അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ഘട്ടത്തിലും പുറത്തുവരുന്നത്. കേസിൽ അറസ്റ്റിലായ ഡോക്ടേഴ്സ് ഭീകര സംഘടന അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള അൻസാർ ഇന്ററിം എന്ന ഭീകര ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നതായാണ് കണ്ടെത്തൽ. ഗ്രൂപ്പ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശം രാജ്യത്തിന്റെ പലയിടത്തായി ഭീകരാക്രമണം നടത്താൻ. കേസിലെ പ്രതികൾ 2022 ഏപ്രിലിൽ ശ്രീനഗറിൽ യോഗം ചേർന്ന് ഭീകര ഗ്രൂപ്പ് രൂപീകരിച്ചു. അദീൽ റാത്തറിനെ ഗ്രൂപ്പിന്റെ തലവനായി പ്രഖ്യാപിച്ചു. ചെങ്കോട്ട സ്ഫോടനത്തിലെ ചാവേർ ഉമർ നബി ഗ്രൂപ്പിന്റെ കോർഡിനേറ്ററായിരുന്നു. 2023 ഹരിയാനയിലെ പലയിടത്തു നിന്ന് പൊട്ടാസ്യം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ തീരുമാനിച്ചതായും കണ്ടെത്തി. ജമ്മു കശ്മീർ നൌഗാമിൽ ജെയ്ഷെ മുഹമ്മദ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയും ചെയ്തതോടെയാണ് പദ്ധതികൾ പാളിയത്. പിടിയിലാകുമെന്ന സാഹചര്യത്തിലായിരുന്നു ഉമർ നബി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയത്. 24 ഡൽഹി. 24 എക്സ്ക്ലൂസീവ്. LDF-നോട് ഇടഞ്ഞു നിൽക്കുന്ന പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള CPIM നീക്കം പൊളിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്താനാണ് എത്തിയതെന്ന് കടകംപള്ളി 24നോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ഫോണിൽ സംസാരിച്ച കാര്യം പ്രേംകുമാർ സ്ഥിരീകരിച്ചു. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടെത്തി. 5 മിനിറ്റോളം വീടിന് മുന്നിൽ കാത്തുനിന്നു. ഫോൺ വിളിച്ചെങ്കിലും പ്രേംകുമാർ ഫോൺ എടുത്തില്ല. പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് എന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് ആയിട്ടാണ് വന്നത്. ഇല്ല, രാത്രി ആവുമെന്ന് പറഞ്ഞു. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ രാത്രി ആവും വരാനായിട്ട്. ഇപ്പോൾ രാത്രി കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും വിചാരിച്ചു എന്നുള്ളൂ. ഒടുവിൽ അനുനയ നീക്കം ഉപേക്ഷിച്ച് കടകംപള്ളി സുരേന്ദ്രൻ മടങ്ങി. ഇതിനിടെ KPCC അംഗം JS അഖിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പ്രേംകുമാറിനെ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ തള്ളാത്ത പ്രേംകുമാർ KC വേണുഗോപാൽ അടക്കമുള്ളവരോട് ഫോണിൽ സംസാരിച്ചതായി സമ്മതിക്കുകയും ചെയ്തു. KC-യൊക്കെ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അത് കോൺഗ്രസിലുണ്ട്, CPM-ലുണ്ട്, എല്ലാ പാർട്ടികളിലും എനിക്ക് ഏറ്റവും നല്ല സൗഹൃദമുള്ളവരുണ്ട്. അവർ പലരും എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അതിനെ KC ഇടയ്ക്ക് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. സൗഹൃദം കിട്ടുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യവും ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ആളല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അതെനിക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. പ്രേംകുമാർ കോൺഗ്രസിലെത്തിയാൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ളവയാണ് വാഗ്ദാനം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. കണ്ണൂർ ചെറുപുഴയിൽ കീടനാശിനി കഴിച്ച് ചികിത്സയിലായിരുന്ന കർഷകൻ മരിച്ചു. മികച്ച കർഷകനുള്ള പുരസ്കാരമടക്കം നേടിയ ഏലിയാസ് അമ്പാട്ടാണ് കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ഫെബ്രുവരി 11 കൃഷിയിടത്തിൽ വെച്ചായിരുന്നു ഏലിയാസ് കീടനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കണ്ണൂരിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം. കഴിഞ്ഞ 39 വർഷമായി കൃഷി മാത്രം ജീവനോപാധിയായി കണ്ടിരുന്ന ഏലിയാസ് മികച്ച കർഷകനുള്ള ജില്ലാ സംസ്ഥാനതല പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 10 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് പച്ചക്കറി കൃഷി നടത്തിയിരുന്നത്. വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി 30 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഏകദേശം 30 ലക്ഷത്തിലധികം ഉണ്ട് അവന് കടം. ഒരു ദിവസം പള്ളിയിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പിന്നെ അവൻ പലരോടും ഇങ്ങനെ വായ്പ മേടിച്ചും തിരിച്ചും മറിച്ചും മേടിക്കും.
അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ബാധ്യതയുണ്ട്, ബാങ്കിലുണ്ട്, സഹകരണ ബാങ്കിലുണ്ട്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ പച്ചക്കറി കൃഷിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഉപജീവന മാർഗം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. സർക്കാർ അനാസ്ഥയുടെ ഇരയാണ് ഇലിയാസെന്നും കുടുംബത്തിന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്തതും ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ നഷ്ടപരിഹാരം സമയത്ത് കൊടുക്കാൻ സാധിക്കാത്തതുമൊക്കെ കർഷകരെ വലിയ തോതിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെ നടക്കും. 24 കണ്ണൂർ. ഔദ്യോഗിക വാഹനമെത്താൻ 2 മിനിറ്റ് താമസിച്ചതിന് പിന്നാലെ ഓട്ടോ വിളിച്ച് താമസ സ്ഥലമായ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സ്വരാജ് റോഡിൽ നടന്ന മഹാപരിക്രമ യാത്രയ്ക്കെത്തിയതായിരുന്നു മന്ത്രി. രാവിലെ 8 മണിയോടെ ശിവരാത്രിയുടെ ഭാഗമായുള്ള മഹാപരിക്രമത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ഭക്തരോടൊപ്പം സ്വരാജ് റൗണ്ടിൽ. 20 മിനിറ്റ് നേരം മഹാപരിക്രമത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഈ സമയം വാഹനം മന്ത്രി വരുന്നതും കാത്ത് മണികണ്ഠനാലിന് തൊട്ടടുത്തായി പാർക്ക് ചെയ്ത് ഡ്രൈവറും പോലീസും കാത്തുനിന്നു. എന്നാൽ മഹാപരിക്രമത്തിനെത്തിയവർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങിയെങ്കിലും മന്ത്രി സ്വരാജ് റൗണ്ടിൽ തന്നെ നിന്നു. ഇതറിഞ്ഞ ഡ്രൈവർ ഔദ്യോഗിക കാർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കി. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ കേന്ദ്രമന്ത്രി തൊട്ടടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ കൈകാട്ടി വിളിച്ചു. ഓട്ടോയുടെ പുറകിലേക്ക് മന്ത്രി കയറിയിരുന്നു. പിന്നെ ഗൺമാൻ എന്തു ചെയ്യും? ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിലേക്ക് ഗൺമാനും ചാടിക്കയറി. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം എത്തുമ്പോഴേക്കും ഓട്ടോ വേഗത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്ക് പിടിച്ചു. മന്ത്രിയുടെ ഓട്ടോ യാത്രയല്ല, മറിച്ച് ഗൺമാൻ ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിൽ കയറിയിരുന്നു പോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.